മോർണിംഗ് ഗുഡ് ഓൾ. മോർണിംഗ്. മോർണിംഗ്. ഇതാണ് എല്ലാവരുടെ വിശേഷങ്ങളും. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ലൊരു റംസാൻ ആശംസകൾ നേരുകയാണ്. ഇപ്പൊ നോമ്പ് ഒന്നാണല്ലോ, അപ്പൊ നമുക്ക് അതെ. ഐശ്വര്യത്തോടെ തന്നെ തുടങ്ങാം. അപ്പോ അതെ അതെ. നമുക്ക് അന്നത്തെ ഒരു ടോപ്പിക് നല്ലൊരു ടോപ്പിക്കാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ യാതൊരു മാറ്റത്തിനും നമ്മൾ മെനക്കാടാതെ നമ്മുടെ ജീവിതത്തിന് ഒരു താല്പര്യം കാണിക്കാതെ ഒന്നും ഒരു അനക്കമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ പോവുക. നമുക്കുണ്ടാവുന്ന പ്രതീക്ഷകളാണ് നമ്മുടെ പല കാര്യങ്ങളും നിർവഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ പ്രതീക്ഷകൾ ഇല്ലാണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ മടുക്കുകയും ചെയ്യും. അപ്പോ ഈ ഒരു നല്ലൊരു മാസം മുസ്ലിംസിനൊക്കെ പറയുകയാണെങ്കിൽ നല്ലൊരു മാസമാണ്, റംസാനാണ്. അതേപോലെ എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും വിശ്വസിക്കുന്ന ഓരോ രീതിയിലും നമുക്ക് നല്ല നല്ല പ്രതീക്ഷകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് ഞാൻ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല തോന്നി. കാരണം ഒരു ചെറിയൊരു പ്രവൃത്തിയിലൂടെ നല്ല വലിയൊരു മാറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കാരണം ചെറിയൊരു സിമ്പിൾ ആയിട്ട് ഒരു നന്ദി പറയാനുള്ള ഒരു ശീലം, അല്ലെങ്കിൽ ഒരു സോറി പറയാനുള്ള ഒരു ശീലം, ചെറിയൊരു കാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് വലിയൊരു സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ട് നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സൂസൻ മാം ആണ്. സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മുടെ മാമിനെ സ്വീകരിക്കുകയാണ്. പ്ലീസ് വെൽക്കം മാം. Yes. Thank you. Good morning, Nisam sir. Good morning, everyone. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നില്ലേ ഈ മോർണിംഗില്, Thursday morning? Good morning, ma'am. Yes. Good morning. Good morning. Yes. Very good to see you all. I know you're all there, even though I can't see you. But anyway, ആദ്യമായി ഇവിടെ ഇന്നത്തെ ദിവസം ഇവിടെ ഈ ടോപ്പിക് അവതരിപ്പിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയതിനായിട്ട് വിംബിളിനും പ്രത്യേകിച്ച് മോർണിംഗ് സർക്കിളിന്റെ ടീമിനും ഒക്കെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വന്നു ചേർന്നതിനുള്ള സന്തോഷവും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. കണ്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കണം അല്ലേ? ബി എ മിറക്കിൾ, സ്മോൾ ആക്ട്സ്, ബിഗ് ഇമ്പാക്ട്സ് അല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ അതിശയം അല്ലെങ്കിൽ ഒരു മിറക്കിൾ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? വലിയ ഒരു സംഭവമായിരിക്കാം അല്ലേ? എന്തെങ്കിലും ഡിവൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അമാനുഷികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ ഈ അതിശയം അല്ലെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ചുറ്റും നോക്കിയാൽ സാധാരണ ജീവിതത്തിൽ സാധാരണക്കാർ നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധാരണക്കാര് അവരുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ, ചെറിയ ഇന്റർവെൻഷനിലൂടെ, ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് ഒരു വേർഡ് ഓഫ് എൻകറേജ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതാകാം, ഇതൊന്നും അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുന്നതാകാം. അങ്ങനെ പല രീതിയിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചെറിയ ഒരു സംഭവത്തിൽ കൂടി വലിയ ഒരു ഇമ്പാക്റ്റ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അതിശയം അല്ലെങ്കിൽ ഒരു അത്ഭുതം, ഒരു മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനു പകരം നമുക്ക് തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു അത്ഭുതമായിട്ട് മാറുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വേർഡ് ഓഫ് എൻകറേജ്മെന്റ് എന്ന് പറയുമ്പം അത് അവർക്കൊരു ഒരു റെസിലിയൻസ് ആണ് കൊടുക്കുന്നത്. കാരണം അത് പിടിച്ചു നിൽക്കാനായിട്ട്, പ്രതിസന്ധിയിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് അവർക്കൊരു കരുത്ത് കൊടുക്കും. അതുപോലെ സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേന് ദാറ്റ് ഗിവ്സ് ദം ഹോപ്പ്. ആൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഹോപ്പ്. ഒന്നും തീർന്നു പോയിട്ടില്ല, ജീവിതം വീണ്ടും മുന്നോട്ട് പോകാം അല്ലെങ്കിൽ എനിക്ക് വീണ്ടും പരിശ്രമിക്കാം എന്നൊക്കെയുള്ള ഒരു ഹോപ്പ് കൊടുക്കുന്നു. നമ്മൾ കൈൻഡ്നെസ് കൊടുക്കുമ്പോൾ ആ മറ്റുള്ളവരുടെ സ്വഭാവങ്ങൾ തന്നെ, അവരുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവം തന്നെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ചേഞ്ചസ്. കാരണം അവരുടെ ബിഹേവിയർ അതുമൂലം മാറിയേക്കാം. നമ്മൾ ഒരാളെ നോട്ടീസ് ചെയ്യുമ്പോൾ അവരെ ശ്രദ്ധയോടെ
നോട്ടീസ് ചെയ്യുമ്പോഴേക്ക് അവരുടെ ഇമോഷണൽ പെയിൻ ഒക്കെ കുറയാനായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്കൊക്കെ ഒരു ചെറിയ പ്രവൃത്തി തന്നെ മാറ്റിയേക്കാം. അപ്പൊ അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കിയാൽ, ഒരു ടീച്ചർ, ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്. അപ്പൊ അതിൽ ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ കുട്ടി പഠനത്തിലൊക്കെ പുറകോട്ട് പോകുന്നു. അതുപോലെ ഒരു സങ്കടം മുഖഭാഗമാണ്, ഒന്നിലും അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് ഈ കുട്ടിക്കുള്ളതായിട്ട് ഈ ടീച്ചർക്ക് മനസ്സിലായി. ടീച്ചർ ആ കുട്ടിയെ വഴക്കൊന്നും പറഞ്ഞില്ല, വിളിച്ചിട്ട് ചോദിച്ചു, സൺ ആർ യു ഓക്കെ, മകനെ നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ചോദ്യത്തിൽ തന്നെ അവന് കരഞ്ഞു, അവൻ പൊട്ടിക്കരഞ്ഞു. കാരണം അവനോട് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ആരും അവനെ അങ്ങനെ ചേർത്ത് പിടിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവന്റെ വീട്ടില് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അച്ഛന്റെ ജോലി പോയി, അത് വീട്ടിലെല്ലാവരെയും വല്ലാതെ ബാധിച്ചു. കാരണം സാമ്പത്തിക പ്രതിസന്ധി, അതുകൂടാതെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഭയവും ആശങ്കയും ഒക്കെയാണ്, ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷമത്തിലായിരുന്നത് കൊണ്ട് ഈ കുഞ്ഞിനെയും ഇത് വല്ലാതെ ബാധിച്ചു. അതാണ് അവന് വലിയ സങ്കടമായിട്ട് മാറിയത്. അപ്പൊ സങ്കടവും, അവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല, ആകെപ്പാടെ ഒരു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. അപ്പൊ ഈ ടീച്ചർ ആ മോനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, നിന്റെ അച്ഛന് ജോലി പോയി, പക്ഷെ ജോലി കിട്ടും, വേറെ ജോലി കിട്ടും തീർച്ചയായിട്ടും. അത് അച്ഛനും അമ്മയും വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും നോക്കിക്കോളും. നീ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നിനക്ക് നന്നായി പഠിക്കാൻ കഴിയും, എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്, നിനക്ക് നന്നായി ചെയ്യാൻ സാധിക്കും, നിനക്ക് നേരത്തെ ചെയ്തിരുന്ന പോലെ നന്നായി മാർക്ക് മേടിക്കാനും പഠിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ സാധിക്കും. എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തു തരാം. അങ്ങനെ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച്, അത് അവന് വലിയൊരു ആശ്വാസമായി. അവന് നന്നായിട്ട് പഠിക്കാനും തുടങ്ങി. അവന്റെ പ്രശ്നങ്ങളൊന്നും പെട്ടെന്നൊന്നും മാറിയില്ല, സമയമെടുത്തു. പക്ഷേ ടീച്ചറിന്റെ അടുത്ത് വന്ന് അവന് സംസാരിക്കുകയും അവന് ആശ്വാസം കിട്ടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവൻ പഠിച്ച് മുന്നോട്ട് വന്നു, ക്ലാസ്സുകൾ മുന്നോട്ട് കയറിപ്പോയി. അങ്ങനെ പഠിത്തം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പോയി, ഹയർ സ്റ്റഡീസിനൊക്കെ പോയി, ജോലി ഒക്കെ കിട്ടി. തിരിച്ചു വന്നപ്പോൾ ഈ ടീച്ചറിനെ കാണാൻ വന്നു. അപ്പൊ ഈ ടീച്ചറിനെ കാണാൻ വന്നപ്പം ഇവൻ വന്ന് ടീച്ചറിനോട് പറഞ്ഞത്, ദാറ്റ് ഡേ യു നോട്ടീസ് മീ ആൻഡ് ദാറ്റ് ചേഞ്ച് മൈ ലൈഫ്. അന്നൊരു ദിവസം ടീച്ചർക്ക് അതൊരു സിമ്പിൾ മോമെന്റ് ആയിരുന്നു, പക്ഷെ ഈ കുട്ടിയുടെ ജീവിതം തന്നെ മറിയാനായിട്ട് അവന്റെ ആ ഒരു സെൻസ് ഓഫ് ഒരു ഡയറക്ഷൻ, അവന് നല്ല രീതിയിൽ ഒരു ആശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയി അവന്റെ പ്രവൃത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് അവന്റെ പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ടീച്ചറുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പിൽ അവന് ആശ്വാസം കണ്ടെത്തി. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് കൊണ്ട് അവന് നല്ല രീതിയിൽ വിജയിക്കാനൊക്കെ പറ്റി. അപ്പൊ അത് ടീച്ചർ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറുകയായിരുന്നു. ഷീ ബിക്കെയിം എ മിറക്കിൾ. ഒരു മാജിക് ഒന്നും അല്ല ടീച്ചർ ചെയ്തത്, പക്ഷെ ആ കുട്ടിയെ ആ കറക്റ്റ് സമയത്ത് ചേർത്ത് പിടിച്ച് അതിനുവേണ്ടി എഫേർട്ട് ഇട്ടത് കൊണ്ട് ദാറ്റ് ബിക്കെയിം സംതിങ് ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ് ഇൻ ദാറ്റ് ചൈൽഡ്സ് ലൈഫ്. നിങ്ങൾ ആരെങ്കിലും പീറ്റർ ടബീച്ചിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുവോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ. പീറ്റർ ടബീച്ചി എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. പീറ്റർ ടബീച്ചി എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്. ടീച്ചർ കെനിയയിലുള്ള ഒരു ടീച്ചറായിരുന്നു. ഈ ടീച്ചർ ആയിരുന്ന സ്ഥലത്ത് വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന മക്കളാണ് അവിടെയുള്ളത്. അപ്പൊ ആ സ്കൂളിൽ വരുന്ന മക്കളൊക്കെ അവർക്ക് ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാനില്ല, അതുകൂടാതെ തന്നെ പഠിക്കാനുള്ള സാധനങ്ങളും ഒക്കെ കിട്ടുന്നത് വളരെ കുറവാണ്, അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടിൽ കൂടിയാണ് അവര് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ടീച്ചർക്കും വലിയ പ്രയാസം തോന്നി, മക്കൾ ഇങ്ങനെ വിഷമിക്കുന്നു. പക്ഷെ ഈ ടീച്ചർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഹിസ് ബിലീഫ് ഇസ് ദാറ്റ് എവറി ചൈൽഡ് ഡിസേർവ്സ് എ ചാൻസ് എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ബിലീഫ്. അപ്പൊ അതുമൂലം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് പുള്ളി ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ, ഹി ഡിഡ് സംതിങ് റിയലി എക്സ്ട്രാ ഓർഡിനറി. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പുള്ളി ചെയ്തത്. പുള്ളിയുടെ സാലറിന്ന് വളരെ കുറച്ച് പോർഷൻ മാത്രം പുള്ളി മാറ്റി വെച്ച് സിമ്പിൾ ആയിട്ടൊരു ലൈഫ് ലീഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പുള്ളിയുടെ സാലറിയുടെ പോർഷൻ പുള്ളി ഈ കുട്ടികളുടെ ആവശ്യങ്ങൾക്കായിട്ട്, അവരുടെ പഠനത്തിനും ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തു. അങ്ങനെ ഈ മക്കളെ നല്ലതായിട്ട് എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു. അവർക്ക് എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ കൊടുത്തു.
അപ്പോൾ സ്കൂളിൽ നിന്ന് പഠിത്തം തന്നെ നിർത്തി പോകാൻ ആയിട്ട് വിചാരിച്ചിരുന്ന മക്കൾ വരെ അതിൽ നിന്നൊക്കെ പിന്മാറി അവര് വീണ്ടും പഠിത്തത്തിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ അവര് വളരെ നല്ല രീതിയിൽ അവർ റെക്കഗ്നൈസ്ഡ് ആകാൻ തുടങ്ങി. കാരണം അവരുടെ പ്രയത്നം മൂലം അവർ സയൻസ് എക്സിബിഷൻ ഒക്കെ റെക്കഗ്നൈസ്ഡ് ആയി. ഈവൻ നാഷണൽ റെക്കഗ്നിഷനിലേക്ക് പോയി. അതുകൂടാതെ ഇന്റർനാഷണലും പോയി. ഇപ്പൊ ചില പിള്ളേർക്കൊക്കെ സ്റ്റേറ്റ്സിൽ പോയി അവിടുത്തെ ഒരു എക്സിബിഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റി. ഇങ്ങനെ ഈ ടീച്ചറിന്റെ നല്ല പ്രവൃത്തി മൂലം അവിടെ വളരെ വലിയൊരു ചേഞ്ചാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഈ ടീച്ചറിനെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആകാനിടയായി. ഹി ഗോട്ട് ദ ലോകത്തിലുള്ള ഏറ്റവും വലിയ അവാർഡായ ടീച്ചർമാർക്കുള്ള അവാർഡായ ഗ്ലോബൽ ടീച്ചർ അവാർഡ് കിട്ടി. ആ അവാർഡ് മേടിക്കാൻ പുള്ളി പോയി. പുള്ളിക്ക് കിട്ടിയിരുന്നത് ഒരു അവാർഡും അതിന്റെ കൂടാതെ $10 ലക്ഷം കിട്ടി. ഇപ്പൊ ഈ $10 ലക്ഷം പുള്ളിയുടേതായിട്ട് എടുത്തില്ല. ഈ പുള്ളി അത് ഇങ്ങനെയുള്ള മക്കൾക്ക് സഹായിക്കാനായിട്ട് മാറ്റിവെച്ചു. പക്ഷെ അതല്ല അവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത്. അവിടെയുള്ള 100 കണക്കിന് മക്കളുടെ ജീവിതത്തിൽ പുള്ളി ഒരു അത്ഭുതമായിട്ട് മാറി. കാരണം പുള്ളി ഒരാളുടെ ആ ഒരു പ്രവൃത്തി വലിയൊരു കാര്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ആ ഒരു പ്രവൃത്തിയിൽ കൂടി എത്രയോ മക്കളുടെ ലൈഫാണ്, അവരുടെ കുടുംബത്തിന്റെ എല്ലാം ലൈഫ് പുള്ളി മാറ്റിമറിച്ചു. അപ്പൊ നമുക്ക് ഇതുപോലെ ഓരോ പ്രവൃത്തികളിൽ കൂടി മറ്റുള്ളവരുടെ ലൈഫിൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ടീച്ചറും വലിയ മാജിക് ഒന്നും അല്ല അവിടെ ചെയ്തത്. ബട്ട് he decided to care for them. അപ്പൊ ആ ഒരു ആക്ഷൻ ഓഫ് കെയർ that really made a difference and that became a miracle in their life. അപ്പോൾ നമുക്ക് ഇതിന്റെ സൈക്കോളജിക്കൽ ഒരു എക്സ്പെരിമെന്റ് നമുക്കൊന്ന് നോക്കാം. 1-2 സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഇതിനെ റിലേറ്റഡ് ആയിട്ട്, അതായത് എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതമാകാൻ സാധിക്കും എന്നുള്ളതിനെ, അത്ഭുതമാകാനും അത്ഭുതമാകാതിരിക്കാനും ഉള്ള സാധ്യത, അതേപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതായത് പണ്ട് തൊട്ടേ ഉള്ള ഹ്യൂമാനിറ്റിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം കൊടുത്താൽ തീർച്ചയായിട്ടും അത് അവർക്ക് പ്രയോജനപ്പെടുമെന്നുള്ളത്, അല്ലേ? അപ്പം അതിന് അതായത് നമ്മൾ കൈൻഡ്നെസ്, മറ്റുള്ളവരുള്ളവരുടെ ബിലീഫ് അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുമ്പോഴത്തേന് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം അനദർ പേഴ്സൺസ് ലൈഫ് എന്നുള്ളത്. ഇത് ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് നടന്നത് 1968 സൈക്കോളജിസ്റ്റായ 2 പേരുണ്ട്, ജോൺ ഡാർലിയും ബിബ് ലറ്റാനെ. ഇവർ 2 പേരും ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഈ എക്സ്പെരിമെന്റ് നടത്താൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അന്ന് അവിടെ ന്യൂയോർക്കിൽ ഒരു മർഡർ നടന്നു. കിറ്റി ജെനോവേസ് എന്ന് പറഞ്ഞ ഒരു ലേഡി ആയിരുന്നു. അപ്പൊ ആ ലേഡിയെ അവരുടെ അപ്പാർട്ട്മെന്റിൽ മർഡർ ചെയ്തു. പക്ഷെ ആ അപ്പാർട്ട്മെന്റിൽ ആ സമയത്ത് കുറേയേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ആ സമയത്ത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു 38 പേര് അവിടെ അവരാരും ഇന്റർവീൻ ചെയ്തില്ല എന്നുള്ളൊരു നെഗറ്റീവ് ന്യൂസ് ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് അത് ന്യൂസ് അവർ കറക്റ്റ് ചെയ്തു. കാരണം അത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വന്നപ്പോൾ മനസ്സിലായി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലായില്ല ഇങ്ങനെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു മോഡേൺ ആ ഒരു ലെവലിലേക്കാണ് പോയെന്ന് അവർക്ക് മനസ്സിലായി. എന്തൊക്കെയോ ശബ്ദമൊക്കെ കേട്ടു, ബട്ട് പലർക്കും അതൊന്നും കാര്യമായി മനസ്സിലായില്ല. എന്നാൽ കുറച്ചു പേര് സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് വന്നത്. പക്ഷെ ഈ സമയത്ത് അപ്പൊ ഇവർക്ക് 2 പേർക്കും തോന്നി ഇത് നമുക്കൊരു സ്റ്റഡി ആക്കാം. അങ്ങനെയാണ് അവർ ഇതിലേക്ക് വന്നത്. ഇത് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് ആണെന്നാണ് ഇതിന്റെ പേര്. വെൻ പീപ്പിൾ ഡോണ്ട് ബിക്കം ദ മിറക്കിൾ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ എതിരായിട്ടാണ്. കാരണം എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ ലേഡിയുടെ ലൈഫിൽ മിറക്കിൾ ആകാതിരുന്നത് എന്നുള്ളതിന്റെ ഒരിതാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് വെൻ പീപ്പിൾ ഡോണ്ട് ബിക്കം ദ മിറക്കിൾ. ആ എക്സ്പെരിമെന്റ് എന്നാന്ന് ചോദിച്ചാൽ, ഒരു റൂമില് ഈ പാർട്ടിസിപ്പൻസിനെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ ഈ ആക്കി കഴിഞ്ഞിട്ട് അവർക്ക് ഈ ഇന്റർകോം, അന്നൊന്നും ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, 1968 അല്ലേ. അപ്പം ഇന്റർകോമിലൂടെ ഇവരെല്ലാരും ഒരു ഡിസ്കഷനിൽ ഇവരായിരിക്കുകയാണ്. അപ്പോൾ ഈ റൂമിലായിരിക്കുന്ന ഓരോ മനുഷ്യരും അവര് വിചാരിക്കുന്നത്, ചില മനുഷ്യര് കുറെ പേര് വിചാരിച്ചു അവര് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ, അവരും അവരുടെ കൂടെ ഒരാളൂടെ ഉണ്ട്, അവര് മാത്രമല്ല അവരും ഒരാളൂടെ ഉണ്ട്, കാരണം സംസാരിക്കുന്നുണ്ട്, അപ്പം ഒരാളും കൂടെ ഉണ്ടെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ബാക്കി ഈ എക്സ്പെരിമെന്റ് നടന്ന സമയത്ത്
ഇവർ ഈ ശബ്ദം ഇങ്ങനെ വർത്താനമൊക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ആള് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട്, അതായത് സീഷർ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാണിക്കുന്നതായിട്ട്, അവർക്ക് ഗ്യാസ്പ് ചെയ്യുന്നു, അങ്ങനെ ആസ്കിങ് ഫോർ ഹെൽപ്പ്, അങ്ങനെയുള്ള ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള ചിന്ത വന്ന ആൾക്കാര് ഉണ്ടായിരുന്നു. അവര് അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവര് ചെയ്യാൻ ശ്രമിച്ചു, ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതേസമയത്ത് വേറെ കുറെ പേര്, അതായത് അവർ ചിന്തിച്ചത് ഒന്നിൽ ഞാനും വേറൊരാളും കൂടെ കാണുമായിരിക്കും ഉണ്ട്, അല്ലെങ്കിൽ വേറെ ചിലർ ചിന്തിച്ചത് ഞാനും ഉണ്ട്, വേറെ ഒരു 4-5 പേരുണ്ട് എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ ഈ സ്റ്റഡിയിൽ റിസൾട്ട് വന്നപ്പം ഞാനും മറ്റേ ഒരാൾ മാത്രമേ ഉള്ളൂ ആ ആൾക്ക് സഹായം വേണമെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ അവർ ഹെൽപ്പ് ചെയ്യാനിടയായി. അതായത് 85% ഓഫ് ദി പീപ്പിൾ ഹു തോട്ട് ദാറ്റ് they are the only one who can help, and so they decided to help. അതേ സമയത്ത് ബാക്കിയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, വേറെ കുറെ പേരുണ്ടല്ലോ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്ന് ചിന്തിച്ചതിൽ 35% ഓഫ് ദി പീപ്പിൾ they did not 35% ഓഫ് ദി ആൾക്കാർ മാത്രമേ ഹെൽപ്പ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളവർ ആരെങ്കിലും ഒക്കെ ചെയ്തോളും എന്നുള്ളത്, അതായത് ഒരു ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്. അപ്പോൾ പലരുണ്ടല്ലോ, അപ്പൊ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തോളും, ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ വെയിറ്റ് ചെയ്ത്. ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം, ദ സ്റ്റോറി ഓഫ് എവരിബഡി, എനിബഡി, സംബഡി ആൻഡ് നോബഡി. നമ്മൾ നേരത്തെ കണ്ട ഈ എക്സ്പെരിമെന്റിൽ അവിടെ നമ്മൾക്ക് സൈക്കോളജിയിൽ എക്സ്പെരിമെന്റ് ആണല്ലോ, അപ്പൊ അതിന് അവര് പേരിട്ടത്, ഇങ്ങനെ കണ്ടുപിടിച്ച് അതിന് അവര് പേരിട്ടത് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. അപ്പൊ ആൾക്കാര് ആ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെ അങ്ങ് ഡിഫ്യൂസ്ഡ് ആയി പോയി, ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങ് ചിന്തിച്ചു. അപ്പൊ ഇവിടെ ഈ എവരിബഡി, എനിബഡി, സംബഡി ആൻഡ് നോബഡി എന്നുള്ള അതിനകത്ത് ദാറ്റ് ഈസ് ഓൾസോ എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ദിസ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. കാരണം നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാനുണ്ട്, ഒരു ടാസ്ക് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ പൊതുവെ കാണുമല്ലോ, ഒരു ക്രൗഡിനിടയിൽ ആൾക്കെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം, റോഡിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ബുള്ളിങ് കാണാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പം എവരിബഡി തോട്ട് സംബഡി വിൽ ഡു ഇറ്റ്, സംബഡി വിൽ ഹെൽപ്പ്, എനിബഡി കുഡ് ഹാവ് ഹെൽപ്ഡ് ബട്ട് നോബഡി ഡിഡ് ഇറ്റ്. അപ്പം അതിന്റെ പല ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നില്ല. സോ ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ അങ്ങനെ ആയി പോയാൽ നമ്മൾക്ക് ഒരു മിറക്കിൾ ആകാൻ സാധിക്കില്ല. കാരണം അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു മിറക്കിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മുടെ പ്രവൃത്തിയിൽ കൂടി, ചെറുതും വലുതുമായ നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അവരെ സഹായിക്കണമെങ്കിൽ യു ഹാവ് ടു മേക്ക് എ കോൺഷ്യസ് ചോയ്സ് ടു ഡു ഇറ്റ്. അതായത് ഐ വിൽ ഡു ഇറ്റ്, അല്ലെങ്കിൽ ഐ മസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള ഒരു ചിന്തയിലേക്ക്, ഐ വില്ലിനെക്കാട്ടി കൂടുതൽ ഐ മസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നാലാണ് നമുക്ക് അവിടെ കറക്റ്റ് ടൈമിൽ ഇന്റർവീൻ ചെയ്യാൻ പറ്റുന്നതും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതും. സോ ബീയിങ് എ മിറക്കിൾ ആൻഡ് മേക്കിംഗ് എ ഡിഫറൻസ് ഇൻ സംബഡീസ് ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയും വേറൊരു എക്സ്പെരിമെന്റും ഉണ്ട്. അത് അടുത്തത് പിഗ്മാലിയൻ ഇഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവാം. ദാറ്റ് ഈസ് ബിലീഫ് ദാറ്റ് ക്രിയേറ്റ്സ് എ മിറക്കിൾ. അതും 1968 സൈക്കോളജിസ്റ്റായ റോബർട്ട് റോസൻതോൾ ആൻഡ് ലെനോർ ജേക്കബ്സൺ എന്ന് പറയുന്ന രണ്ടുപേര് നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റ് നടത്തിയത് ഒരു സ്കൂളിലാണ്, എലിമെന്ററി സ്കൂളില്. അവിടെ ടീച്ചേഴ്സിനോട് റാൻഡമായിട്ട് ചില പിള്ളേരെ സെലക്ട് ചെയ്തു. അവർക്ക് ഒരു ടെസ്റ്റ് ഒന്നും നടത്തി അവർ ബുദ്ധി കൂടുതലാണെന്നൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല. റാൻഡമായിട്ട് കുറച്ച് പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ കുട്ടികൾ നല്ല മിടുക്കരാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പൊ ആ ടീച്ചർമാർക്കും ആ ഒരു ബിലീഫായി, ഈ മക്കൾ നന്നായിട്ട് നല്ല മിടുക്കര് പിള്ളേരാണ് എന്നുള്ള രീതിയിൽ അവർക്ക് എക്സ്ട്രാ അറ്റൻഷനും കെയറും ഹെൽപ്പും ഒക്കെ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ആ മക്കള് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനിടയായി. അവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നിട്ടല്ല. പക്ഷേ ദ ടീച്ചേഴ്സ് ബിലീവ് ദാറ്റ്, എന്താണ് ടീച്ചർ ബിലീവ് ചെയ്തത്? ഈ കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, അവര് നല്ല മിടുക്കരാണ് എന്നുള്ള ആ ടീച്ചറിന്റെ ബിലീഫ് കാരണം അതുകൊണ്ട് അവിടെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ,
ദേ ആ ഒരു ചിന്ത കാരണം ആ കുട്ടികൾക്കും അവരെ പറ്റി ടീച്ചറിന് അവരെ സഹായിക്കാൻ പറ്റി. അത് കൂടാതെ ഈ കുട്ടികൾക്കും അവരെ പറ്റിയുള്ള ഒരു ചിന്ത ദാറ്റ് ബിക്കെയിം വെരി പോസിറ്റീവ്. അവർക്കും ഒരു ബോധ്യം ഉണ്ടായി, അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം അവരിലും ഉണ്ടായി. ആൻഡ് ദാറ്റ് മെയ്ഡ് ദ ഡിഫറൻസ്. സോ മിറക്കിൾസ് ക്യാൻ ഓൾസോ ബി ക്രിയേറ്റഡ് ബൈ എക്സ്പെക്ടേഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷനിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഓൾസോ ക്രിയേറ്റ്സ് മിറക്കിൾ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനിയും ഇതിന്റെ പുറകിലുള്ള സയൻസും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, ന്യൂറോ സയൻസ്. അതായത് നമ്മൾ മറ്റുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? Dopamine, happiness. എക്സാക്ട്ലി. സോ ഡോപ്പമിന്റെ ലെവല് കൂടും, അതുപോലെ സെറോട്ടോണിൻ ഇതിന്റെയൊക്കെ ലെവല് കൂടും. ദാറ്റ് മീൻസ് വി ഓൾസോ ബിക്കം വെരി ഹാപ്പി. അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ ഡിപ്രഷനോ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സോ ഒക്കെ കുറച്ച് നമ്മളെ നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരും. സോ ദാറ്റ് ഈസ് കോൾഡ് ഹെൽപ്പേഴ്സ് ഹൈ. അപ്പൊ നമ്മള് മറ്റുള്ള ആളെ ഹെൽപ്പ് ചെയ്യുമ്പം രണ്ടുപേർക്കും പ്രയോജനമാണ്. നമുക്കൊരു ഹെൽപ്പേഴ്സ് ഹൈയും കിട്ടും. അതേ സമയത്ത് ആപ്റ്റായിട്ടുള്ള സമയത്ത് നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുകയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും അവരെ ഒന്ന് ഒരു ലിസ്ണിങ് ഇയറോ ശ്രദ്ധയോടെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഇറ്റ് മേ ബി ജസ്റ്റ് എ സ്മൈൽ ഓൾസോ. വളരെ ഡിപ്രസ്ഡ് ആയിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അതുപോലെ വിഷമത്തിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ചിരി കൊടുത്താൽ തന്നെ അതിന് വലിയൊരു വ്യത്യാസമാകാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇവിടെ കേരളത്തിൽ നടന്ന കഥയാണ്. റെയിൽവേ ട്രാക്കില് സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ പോയ വഴിക്ക് ഒരു കുട്ടി, ഒരു വീട്ടിലിന്റെ മുറ്റത്ത് ഒരു കുട്ടി, തിണ്ണയില് കുട്ടിയിരിക്കുന്നു. കൊച്ച് ഈ ആളിനെ കണ്ട് ചിരിച്ചു. നല്ലൊരു പുഞ്ചിരി കൊടുത്തു. അപ്പൊ ഈ പുഞ്ചിരി കിട്ടിയപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചു, എന്റെ വീട്ടിലും ഇതുപോലെ എന്റെ മകളുണ്ടല്ലോ. ആ ഒരു ചിന്ത പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചറിവുണ്ടായി. പുള്ളി അതിൽ നിന്ന് പിന്മാറി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഒരു ചിരിക്ക് പോലും മറ്റൊരാളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ ആ കറക്റ്റ് ആപ്റ്റ് ടൈമിൽ അത് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും. സോ കൈൻഡ്നെസ് എന്ന് പറയുന്നത് നമ്മളെ മാത്രമല്ല, റിസീവറെ മാത്രമല്ല, നമ്മൾക്കും നല്ലൊരു ബെനിഫിറ്റ് ആകും. യു ബിക്കം ദ മിറക്കിൾ ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോംസ് യു ആസ് വെൽ ആസ് ഇറ്റ് ട്രാൻസ്ഫോംസ് ദ പേഴ്സൺ. സോ ഹ്യൂമാനിറ്റിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യമാണ്, വൺ പേഴ്സൺ ചൂസിങ് ടു കെയർ, ഇറ്റ് ക്യാൻ ചേഞ്ച് another person's life, and it can also put you in a very positive mindset, and you continue to do that becomes a habit for you. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ കൂടുതൽ നമുക്ക് സമൂഹത്തിലും നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ കൂടെയുള്ളവർക്കും ഒക്കെ സന്തോഷമുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരു ഊബർ ഡ്രൈവർ, ഇത് നടന്ന സംഭവം തന്നെയാണ്. ഒരു ഊബർ ഡ്രൈവർ സ്റ്റേറ്റ്സിലാണ്. അവിടെ രാത്രിയിലാണ് പുള്ളി കോൾ എടുക്കാൻ പോകുന്നത്. കസ്റ്റമേഴ്സിനെ ആ സമയത്താണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുള്ളിക്ക് ഒരു കോൾ വന്നു. പുള്ളി ചെന്നപ്പോഴത്തേനെ ഈ ആള് പറഞ്ഞു, എനിക്ക് പ്രായമുള്ളൊരു മനുഷ്യനാ, എനിക്ക് 5 സ്ഥലത്ത് പോകാനുണ്ട് എന്നും പറഞ്ഞ് അഡ്രസ്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് $500 തരും, വേറെ ഒന്നും എന്നോട് ചോദിക്കണ്ട, ഇത് തീരുന്നിടം വരെ എന്നോടൊന്നും പറയണ്ട, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഓക്കെ. അങ്ങനെ ഈ ഡ്രൈവർ ആളിനെ കൊണ്ടുപോയി. ആദ്യം കൊണ്ടുപോയത് ഒരു വീട്ടിലാണ്. വീട്ടിലെന്ന് പറഞ്ഞാൽ പുറത്ത് വണ്ടി നിർത്തി ഈ കസ്റ്റമർ ഈ വീടിനെ നോക്കി ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം, ഇങ്ങനെ 10 മിനിറ്റോളം ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പുള്ളിയുടെ കണ്ണിക്കൂടൊക്കെ വെള്ളം വരുന്നൊക്കെയാണ്. അപ്പൊ ഈ ഡ്രൈവർ അത് കണ്ടു. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്. അപ്പം ആ സ്കൂളിന്റെ അവിടെ ചെന്നിട്ട് പുള്ളി സ്കൂളിന്റെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് തൊട്ടടുത്ത് സ്കൂളിനോട് ചേർന്ന് തന്നെ. ഇപ്പം പുള്ളി അവിടുന്ന് പുറത്തിറങ്ങി പ്ലേ ഗ്രൗണ്ടിൽ ചെന്ന് അവിടെ ആ ഊഞ്ഞാലയിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നു. എന്നിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക്, അപ്പം പുള്ളിയൊക്കെ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും പുള്ളിയുടെ മുഖമൊക്കെ നല്ല രീതിയിൽ ഇരുന്നു, സന്തോഷമായിട്ട്, ഒരു റിലീഫ് പോലെ. അത് കഴിഞ്ഞ്
പുള്ളി അടുത്ത സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോയി. അതെന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പിൽ എന്ന് പറയുമ്പോൾ അവിടെ പുള്ളി കാപ്പി ഓർഡർ ചെയ്തു, പക്ഷെ കുടിച്ചൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ഇരുന്നു, ആ ടേബിളിൽ അവിടെ ഇരുന്നു ഒരു 10 മിനിറ്റോളം അവിടെ ഇരുന്നിട്ട് പുള്ളി തിരിച്ചു വന്നു. പിന്നീടുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു സെമിറ്ററി ആയിരുന്നു. ആ സെമിറ്ററിയില് പുള്ളി കയറി അവിടുത്തെ ഒരു ഗ്രേവിൽ ചെന്ന് കുറച്ചു നേരം അവിടെ നിന്നു. പുള്ളി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആ ഗ്രേവിന്റെ അടുത്ത് നിന്ന്. തിരിച്ചു വന്നപ്പോൾ കണ്ണൊക്കെ കലങ്ങി ഇരിക്കുകയാണ്, ചുമന്നൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വണ്ടിയിൽ കയറി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഹോസ്പീസ്. നമ്മൾ ഇവിടെ പാലിയേറ്റീവ് കെയർ പറയത്തില്ലേ, അങ്ങനെ ഉള്ള ഒരു ഹോസ്പീസിലാണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പം ഇയാൾ പറഞ്ഞു, കസ്റ്റമർ പറഞ്ഞു, നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുക, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഈ വണ്ടി പാർക്ക് ചെയ്ത് പുള്ളി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാള് ഈ $500 എടുത്ത് പുള്ളിയുടെ കൈ കൊടുത്തു. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറച്ച് നല്ല സമയങ്ങൾ തന്നു. പുള്ളിക്ക് നന്ദി പറഞ്ഞു. അപ്പം ഈ ആൾക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോയപ്പം ആ ആൾക്കും വലിയ പ്രയാസം തോന്നി, ഈ മനുഷ്യൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ കാശ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. പക്ഷെ നിർബന്ധിച്ച് പുള്ളിയുടെ കയ്യിൽ കാശ് ഏൽപ്പിച്ചു. എന്നിട്ട് പുള്ളിയുടെ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നിങ്ങൾ എന്നെ കൊണ്ടുപോയ വീട്, ഞാനും എൻ്റെ മക്കളും ഭാര്യയും കൂടെ ജീവിച്ച വീടാണ്. ഞങ്ങളുടെ സന്തോഷമുള്ള സമയങ്ങളൊക്കെ ചെലവഴിച്ച ഒരു വീടാണത്. അടുത്തതെന്ന് പറയുന്നത് സ്കൂള്. ഞാൻ 42 വർഷം പഠിപ്പിച്ച സ്കൂളാണ്. അവിടെയാണ് എൻ്റെ ലൈഫിന്റെ ഒരു പർപ്പസ് ഉണ്ടായിരുന്ന ഒരു സ്കൂള്. വളരെ സന്തോഷം ഉള്ള സമയങ്ങളൊക്കെ ചെലവഴിച്ച ഒരു സ്കൂളാണ്. അടുത്തത് പോയത് ഞാൻ എൻ്റെ ദ പ്ലേസ് വെയർ ഐ ഫെൽ ഇൻ ലവ്, എൻ്റെ ഭാര്യയെ മീറ്റ് ചെയ്ത് ഞങ്ങൾ പ്രണയത്തിലായ സ്ഥലമാണത് എന്ന് പറഞ്ഞു. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് സെമിറ്ററി. എന്നിട്ട് പുള്ളി പറഞ്ഞു, 3 വർഷം, ഇന്ന് 3 വർഷം തികയാണ് എൻ്റെ ഭാര്യ മരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഭാര്യയോട് യാത്ര പറയാൻ പോയതാണ്. ഇനി ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്ന് അഡ്മിറ്റ് ആകുകയാണ്. കാരണം എനിക്കൊരു ക്യാൻസർ ആണ്, എനിക്ക് 4th സ്റ്റേജ് ക്യാൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും വെറും ആഴ്ചകൾ മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അത് ദിവസങ്ങളുമായിരിക്കും. എന്തായാലും ഞാനിവിടെ അഡ്മിറ്റ് ആകുകയാണ്. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നുപോയ സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ കൂടി ഒന്നുകൂടെ ഒന്ന് കടന്നു പോകണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ഏതായാലും എനിക്കതൊരു നല്ല അനുഭവം ആകണമെന്ന് ആഗ്രഹമായിരുന്നു. അത് വളരെ നല്ല അനുകമ്പയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞേച്ച് ഇറങ്ങി നടക്കാൻ തുടങ്ങി. പെട്ടിയെടുത്ത് ഇറക്കാൻ തുടങ്ങി. തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? അപ്പം പറഞ്ഞു മാർക്കസ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അങ്ങ് പോയി. അടുത്ത ദിവസം ഈ ഡ്രൈവർക്ക് വലിയ മനപ്രയാസം, പുള്ളിക്ക് ഈ ആളിനെ ഓർത്തിട്ട് വലിയ പ്രയാസം. അങ്ങനെ പുള്ളി അടുത്ത ദിവസം ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ട് പുള്ളി ഈ ആളിന്റെ അടുത്ത് റൂമിൽ ചെന്ന് പുള്ളിയെ കണ്ട ഉടനെ ഈ ആളിന്റെ മുഖത്ത് നല്ലൊരു ചിരിച്ചിട്ട് പുള്ളി ചോദിച്ചു, മാർക്കസ് യു ആർ ബാക്ക് എന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു, എനിക്ക് നിങ്ങളെ അങ്ങനെ വിട്ടിട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഐ കനോട്ട് ലീവ് യു അലോൺ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പിന്നെ കുറെ ദിവസങ്ങൾ ഈ ആളിന്റെ അടുത്ത് ദിവസവും വരുമായിരുന്നു. വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും, കാപ്പി മേടിച്ചു കൊടുക്കുന്നു, ന്യൂസ് പേപ്പർ വായിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവര് കുറച്ച് സമയങ്ങൾ ദിവസവും സ്പെൻഡ് ചെയ്യും. പക്ഷെ ഈ സമയത്ത് ഈ പുള്ളിയുടെ ലൈഫ് സ്റ്റോറി ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു. കാരണം അന്ന് ഈ കാശ് കൊടുത്തപ്പോ തന്നെ മേടിക്കാതിരുന്നപ്പം പുള്ളി പറഞ്ഞായിരുന്നു, ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, എനിക്കിത് വേണ്ട, എനിക്കിത് കൊടുക്കാൻ ആരുമില്ല, എൻ്റെ മക്കള് ഒക്കെ എന്നോട് സംസാരിക്കത്ത് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സങ്കടം അന്നേ പറഞ്ഞിരുന്നു. അപ്പൊ ഈ സമയത്ത് പുള്ളി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. മക്കളെ സംസാരിക്കാതിരിക്കുന്നതും മക്കളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതും സന്തോഷമായിട്ടുള്ള സമയങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം കാര്യങ്ങളൊക്കെ വലിയ സങ്കടത്തിലേക്കൊക്കെ പോയി, ഭാര്യ മരിച്ചുപോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ദിവസങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവസാനം ഒരു 2 ആഴ്ചയൊക്കെ ആകാറായപ്പോഴത്തേന് ഈ ഒരു ദിവസം ഇയാള് ഡ്രൈവർ കൂടെ ഉള്ള സമയത്ത് ഇയാള് കയ്യില് മുറുക്കെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ വളരെ സന്തോഷവാനാണ്, ഞാൻ തന്നെ മരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതെനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞു. അതായത് സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാൽ, മറ്റുള്ള പരിചയമില്ലാത്തവരെ ആണെങ്കിൽ പോലും കണ്ടാൽ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് നോക്കണം.
എന്ന് മറ്റുള്ളവരോട് പറയണം. എനിക്കൊരു സ്ട്രേഞ്ചർ ആയിരുന്നു, പക്ഷെ നിങ്ങൾ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് മാറി. ഈ അവസാന സ്റ്റേജിൽ നിങ്ങൾ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് മാറി, എൻ്റെ കൂടെ ലാസ്റ്റ് മിനിറ്റ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിത് മറ്റുള്ളവരോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കൈപിടിച്ച ആളങ്ങ് മരിച്ചുപോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഒരു വലിയൊരു സംഭവമൊന്നും അല്ല, പക്ഷെ എന്നാലും ഈ സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഈ ഡ്രൈവർ ചെയ്ത ഒരു കാര്യം ആ മനുഷ്യന്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഒരു അത്ഭുതമായിട്ട് മാറാനും ആ മനുഷ്യന് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത, അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോയപ്പോഴത്തേന് സ്വസ്ഥതയോടെ പോകാനും ഒക്കെ സാധിച്ചു. സോ സീ ഹൗ ഹി ഹാസ് ബിക്കം എ മിറക്കിൾ ഇൻ ദാറ്റ് പേഴ്സൺസ് ലൈഫ്. സോ അങ്ങനെ നിങ്ങൾക്ക് ആ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു ആക്ടിവിറ്റി പോലെ ഒന്ന് ചെയ്യാനായിട്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ചിന്തിച്ചാൽ മതി. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ചുറ്റും ഹൂ നിയർ യു ഈസ് സൈലന്റ്ലി സഫറിങ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇസ് ദർ എനിബഡി നിയർ യു സൈലന്റ്ലി? ഇറ്റ് കുഡ് ബി സംബഡി ഇൻ ദ ഫാമിലി, ഇറ്റ് കുഡ് ബി യുവർ നെയ്ബർ, ഇറ്റ് കുഡ് ബി ജോലിയിലുള്ള ആളായിരിക്കാം, ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഹൂ ഈസ് സൈലന്റ്ലി സ്ട്രഗ്ലിംഗ് എന്നുള്ള ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ചിന്തിച്ചെടുത്തിട്ട് ആ ഒരാളെ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ആൾക്ക്, ഒരു ചെറിയ കാര്യമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും അവരുടെ ലൈഫിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ. അതൊരു ഇന്നൊരു ദിവസമാകാം, അടുത്ത ഒരാഴ്ചയോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവർക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ, അത് അവരെ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുന്നതായിരിക്കാം. മേ ബി ഇറ്റ്സ് ജസ്റ്റ് യുവർ പ്രസൻസ്, അവരെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുന്നതാവാം. എന്താണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു നമ്മളൊരു അതിശയമായി തീരാം. ഒരു പുഞ്ചിരി പോലും ആകാം. നമ്മൾ ചിരിക്കാതിരിക്കുന്ന ഒരാള്, നമ്മളെ ഇത്രയും നാൾ പിണങ്ങിയിരുന്ന ഒരാൾ ചിരിക്കുന്നത് തന്നെയാവാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും വാട്ട് ക്യാൻ യു ഡു ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദാറ്റ് പേഴ്സൺസ് ലൈഫ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. സോ യു ക്യാൻ കണ്ണടച്ചവരൊക്കെ കണ്ണ് തുറക്കാം. അങ്ങനെ ആ ഒരു കാര്യം ചിന്തിക്കുക. സോ മിറക്കിൾസ് ഡോണ്ട് ഹാപ്പൻ ഇൻ ക്രൗഡ്സ്. ക്രൗഡിലൊന്നും അല്ല, വലിയ ആൾക്കൂട്ടത്തിനിടയിലൊന്നും അല്ല മിറക്കിൾസ് സംഭവിക്കുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഇൻ മോമെന്റ്സ്. ഇതുപോലെയുള്ള സ്പെഷ്യൽ മോമെന്റ്സിലും ഒരാൾക്കൊരു ആവശ്യമോ ഒക്കെ എപ്പോഴാ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കോൺഷ്യസ്ലി ചൂസ് ടു ഹെൽപ്പ്, കോൺഷ്യസ്ലി ഡിസൈഡ് ദാറ്റ് യെസ്, ഐ മസ്റ്റ് ഹെൽപ്പ്, or I must do something, I must become a miracle in somebody's life. Be a stranger, be that stranger who makes a difference in that person's life. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ പവറോ പൊസിഷനോ കുറെ കാശോ ഒന്നും ആവശ്യമില്ല. ഓൾ വി നീഡ് ഈസ്, യു നീഡ് എ കൈൻഡ് ഹാർട്ട്, യു നീഡ് എ ലിസ്ണിംഗ് മൈൻഡ്. കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, അതുപോലെ കെയറിംഗ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകണം. അത് മാത്രം മതി. സോ വൺ സ്മോൾ ആക്ഷൻ ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് സമ്മൺസ് ലൈഫ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ചെറുതും വലുതുമായ ഓരോ പ്രവർത്തനങ്ങളും, ഒരു പുഞ്ചിരി പോലും മറ്റൊരാളുടെ ലൈഫിനെ വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻസും വലിയ ചേഞ്ചും, ഒരു ലൈഫിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റാനും അവർക്ക് നല്ല ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ വരുത്താനും ഒക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും സഹായിക്കാനും സാധിക്കും. അതിന് നിങ്ങൾക്ക് ഏവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും, ടു ബിക്കം എ മിറക്കിൾ ഇൻ സംബഡീസ് ലൈഫ്. ഐ പ്രേ ദാറ്റ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ് ടു മെനി പീപ്പിൾ അറൗണ്ട് യു. അങ്ങനെ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനോട് നിങ്ങൾക്ക് ചേർത്ത് വെക്കാനുള്ളതും നിങ്ങളുടെ ഫീഡ്ബാക്കും, അതുകൂടാതെ നിങ്ങളുടെ ലൈഫിൽ യു മേ ഹാവ് ബീൻ, ഐ എം ഷുവർ ദാറ്റ് മെനി ഓഫ് യു ഹാവ് ബീൻ എ മിറക്കിൾ ഇൻ അതർ പീപ്പിൾസ് ലൈഫ്. അപ്പൊ അതിനെപ്പറ്റി ഷെയർ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവും. അതിന് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് വൺസ് അഗെയിൻ ഐ താങ്ക് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഫോർ യുവർ ലിസ്ണിംഗ് ഇയർ. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച് കേട്ടിരുന്നതിന് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. Thank you, ma'am. ഗുഡ് മോർണിംഗ് മാം. താങ്ക് യു. Good morning.
ഏതായാലും വളരെ നല്ലൊരു ടോപ്പിക്. കാരണം നമുക്ക് ഈ ഒരു ടോപ്പിക് എത്ര കേട്ടാലും മടുക്കാത്തൊരു ടോപ്പിക്കല്ലേ. ഇനി ആരെടുത്ത് പോയി കേട്ടാലും അതും കുറച്ചുകൂടി നല്ലൊരു മനോഹരമായിട്ട് തന്നെ മാം എടുത്തു. പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ അവസാനം പറഞ്ഞ ഇമാജിനേഷൻ ആണ്. കാരണം ഞാൻ ഇന്നലെ രാവിലെയാണ് നാട്ടിലെത്തിയിട്ട്. പക്ഷെ ഞാൻ നേരെ പോയിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്കാണ്, അതായത് ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്. അതായത് എൻ്റെ വൈഫിന്റെ ഫാദർ ക്യാൻസറുമായിട്ട് നടക്കുകയാണ്. കുറച്ച് കാലമായി ട്രീറ്റ്മെന്റില്, അപ്പോൾ കുറച്ചൊരു ഫോർത്ത് സ്റ്റേജിലാണ്. അപ്പോ ഞാൻ ഇന്നലെ അവിടെ രാവിലെ ഇവിടെ എത്തിയതിനു ശേഷം പോയതിനു ശേഷം അവിടെ വിസിറ്റ് ചെയ്തു. പക്ഷെ രാവിലെ ഒരു 11 മണിക്ക് ശേഷം ഞാൻ രാത്രി 10 മണി വരെയൊക്കെ ആ സമയത്ത് അവിടെയാണ്. പക്ഷെ അവിടെ ഒരു 10 ആളുകളേ ഉള്ളൂ ആ വാർഡില്, പുള്ളിക്കാരനടക്കം. പക്ഷെ ഞാൻ ആ ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞ ഫീൽഡ് ഇതൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് എല്ലാവരോടും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാ. ഒരു നാടൻ സംസാരം പോലെ ഒരു മണിക്കൂർ എല്ലാവരും ആ ഒരു പേഷ്യന്റ് ഇല്ലെങ്കിലും അവരെ കൂടെ വന്നിട്ടുള്ള അവരെ ബൈസ്റ്റാൻഡേഴ്സ് എങ്ങനെയാണ് അവരുടെ ലൈഫിലേക്ക് വന്നത്. കാരണം ഒരുപാട് സങ്കടങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത, എനിക്ക് ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും ഓർമ്മയിൽ വന്നിട്ടുള്ള ഒരു നിമിഷം എന്നല്ല അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്ക് അവർക്കിടയിൽ ഒരാൾ കേൾവിക്കാരനാവുക, അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഇന്നലെ എനിക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ടോപ്പിക് മാം പറഞ്ഞതുപോലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് പറയാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ഇമോഷൻസ് ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോവുക. അപ്പോൾ ഏതായാലും നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ബൈസ്റ്റാൻഡർ എക്സ്പീരിയൻസ്, പിഗ്മാലിയൻ എക്സ്പെരിമെന്റ് ഒക്കെ വളരെയധികം, പിന്നെ അതേപോലെ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെന്റുകൾ പറഞ്ഞു. എല്ലാം ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് സർ. സാറിന്റെ വാക്കുകൾ എപ്പോഴും എൻകറേജിങ് ആണ്. റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു. താങ്ക് യു. ഇതിൽ നമ്മളെ ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ തന്നെ അറിയാതെ സംടൈംസ് യു ബിക്കം എ മിറക്കിൾ. കാരണം ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയാൽ ആ ബേബി ആലിൻ ഇപ്പം മരിച്ചു പോയില്ലേ, പക്ഷെ ആ കുട്ടി അറിയാതെ തന്നെ ഷീ ഹാസ് ബിക്കം എൻ ഏഞ്ചൽ ഇൻ ഫോർ ചിൽഡ്രൻസ് ലൈഫ്സ്, റൈറ്റ്? അവളുടെ മാതാപിതാക്കൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട്, അവളുടെ അവയവങ്ങൾ കൊടുത്തത് കൊണ്ട് 4 പേർക്കാണ് ജീവൻ തിരിച്ചു കിട്ടുന്നത്. അതുകൂടാതെ ഒരാളും കൂടെ ഉണ്ട്, ഒരു ഹാർട്ടിന്റെ ഒരു വാൽവും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 5 പേരെന്ന് നമുക്ക് പറയാം. പക്ഷേ സി ദ ചൈൽഡ് ഡസൻ നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. കൊച്ചു കുഞ്ഞ്, അതിനെപ്പറ്റി ഒന്നും അറിയാനുള്ള പ്രായം ഒന്നും ആയിട്ട്. പക്ഷെ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ പേരൻസ് എടുത്ത ആ തീരുമാനം, കറക്റ്റ് ടൈമിൽ അവരെടുത്ത ആ തീരുമാനവും, അതുകൂടാതെ ആ കുഞ്ഞിനും മറ്റുള്ളവരുടെ ലൈഫില് ആ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് നിങ്ങളിപ്പോ ശ്രദ്ധിച്ചു കാണും. പുള്ളി പറഞ്ഞ് ഞങ്ങളുടെ ഗ്രാൻഡ് ചൈൽഡിനെ, ഞങ്ങളുടെ കൊച്ചുമകളെ നഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾക്ക് 5 മക്കളെ കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ കുഞ്ഞിനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട്, ഒരു മിറക്കിളായിട്ട് മാറാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മൾ തന്നെ അറിയാതെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല സെഷനായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് ലാസ്റ്റ് മാം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങാന്ന് വിചാരിച്ചു. മാം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം തന്നെ വന്നത്, നമ്മൾ ഒരു ഒരു കോഴ്സ് പോലെ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ മറ്റുള്ളവരുടെ ഒരു എന്താണ് മൈൻഡ് റീഡിസൈനിങ് ലാബ് എന്ന പേരൊക്കെ വെച്ചിട്ട് ഞങ്ങൾ 3 ഫ്രണ്ട്സ്, ഹൈസം സാറ്, അതുപോലെ തന്നെ ഇതിൽ ഖദീജ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി. അപ്പൊ മാം പറഞ്ഞപ്പോൾ ശരിക്കും നമുക്കതിൽ എത്ര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഓർത്തു ആ സമയത്ത്. കാരണം നമുക്ക് കുറച്ച് പേരൊക്കെ നമുക്കതിൽ എംപവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു. പിന്നെ വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, കൈൻഡ്നെസ് ആഡ് ചെയ്യാനല്ല, അതിന് കൂട്ടി പറയുന്നതാണ്. കൈൻഡ്നെസ് ഉണ്ടാവുന്ന സമയത്താണ് മറ്റുള്ളവരിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വീടുകളിൽ തന്നെ എടുത്തു നോക്കിയാൽ, നമ്മുടെ കുട്ടികളെ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ അവര് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതനുസരിച്ചിട്ട് അവര് നമുക്ക് പല കാര്യങ്ങളും തരും. അവർക്ക് ദേഷ്യം വരിക, ഇതൊക്കെ നമ്മളിൽ നിന്ന് പോകുന്നതനുസരിച്ചിട്ട് വരാറുണ്ട്. ഇപ്പൊ ഞാൻ റെമഡിയൽ ക്ലാസ്
എടുക്കുന്നവരുടെ മിക്ക പേരൻസും അവർക്കുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല് ആ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് പറയാറുണ്ട്. പക്ഷെ ശരിക്കും ആ കുട്ടിക്ക് കഴിയാത്ത പല കാര്യങ്ങളിലും പാരൻസ് ഫോഴ്സ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് അത് കഴിയാതാവുമ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. അപ്പോൾ ശരിക്കും പാരന്റ് ആ കുട്ടീനെ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ തന്നെ അവരിൽ ആ ചേഞ്ച് കാണാൻ പറ്റുന്നതായിട്ട് അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാറുണ്ട് നമ്മൾ പറയുമ്പോൾ. അപ്പോൾ താങ്ക് യു, നല്ല സെഷൻ ആയിരുന്നു. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച് ഷജീല മാം. നിങ്ങൾ ചെയ്യുന്ന ആ നല്ല പ്രവൃത്തി അത് നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. വെരി ഗുഡ്, അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് തീരട്ടെ. അതുപോലെ മക്കളുടെ കാര്യം പറഞ്ഞത് വളരെ ശരിയാണ്. കുഞ്ഞു മക്കളെ നമ്മളെ വി ആർ റോൾ മോഡൽസ്, നമ്മളിൽ നിന്നാണല്ലോ കണ്ടുപഠിക്കുന്നത്. അപ്പം നമ്മൾ ആക്ട് ഓഫ് കൈൻഡ്നെസ്, ലിസണിങ് ഇയർ, കെയറിങ് ആക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈവൻ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളോട് പോലും ഒക്കെ നമ്മൾ കൈൻഡ്നെസ്സും ഒക്കെ കാണിക്കുമ്പം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൈൻഡ്നെസ് കാണിക്കുമ്പോൾ മക്കളത് നന്നായി അവരത് അവരുടെ ഉള്ളിലേക്ക് എടുക്കും. അവരത് അവരുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ദാറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദർ ക്യാരക്ടർ. സോ വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച് ഫോർ ഷെയറിംഗ്. ഗുഡ് മോർണിംഗ് സൂസൻ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു മാം. ലൈവായിട്ട് തന്നെ അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതൊരു ഹാപ്പി തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് മാം പറഞ്ഞ ഒരു എക്സാമ്പിൾസ് അതും സൂപ്പർ ആയിരുന്നു. അപ്പോഴിപ്പോൾ ഷജീല മാം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് കഴിഞ്ഞ മന്ത് ചെയ്തൊരു കോഴ്സ് പോലെ ചെയ്തതായിരുന്നു. അപ്പോൾ അതിലൊരു 10 പേരെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റിയെന്ന് അവരെ വാക്കുകളിലൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് ഞങ്ങള് ഹൈസം സാറും ഷജീല മാമും ഞാനും നമുക്ക് 3 പേർക്കും ഒരുപോലെ ചിന്തിക്കാൻ പറ്റിയിട്ട് അവരിലേക്ക് ഒരുപോലെ എത്താൻ പറ്റിയോണ്ടായിരിക്കും അത്രയും റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ അവരുടെ വാക്കുകൾ നമുക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ന്യൂ ഇയറിൽ അവർക്ക് കൊടുത്തൊരു ഗിഫ്റ്റായിട്ട് അവർക്കും അത് ഫീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് മറ്റുള്ളവരിലേക്ക് പിന്നെ വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രസൻസ് ആയിട്ട് എത്രത്തോളം ചേഞ്ച് വരുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളിലും മറ്റുള്ളവരുടെ പ്രസൻസോ അല്ലെങ്കിൽ വേർഡ്സോ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്ന് മാമിൻ്റെ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം എൻ്റെ മൈൻഡിലൂടെ പോയത് അതാണ് കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ ഒരു ആക്ടിവിറ്റീസ് അത് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി. അത് ശരിക്കും ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നല്ലൊരു ടോപ്പിക്കായിരുന്നു, നല്ല പ്രസൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ശരിക്കും ഒരു മാമിൻ്റെ ഓരോ വേർഡ്സും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. വെരി ഗുഡ്. യു ആർ ടോക്കിംഗ് അബൌട്ട് നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി, അത് നിങ്ങളുടെ ഹെൽപ്പേഴ്സ് ഹൈ നന്നായിട്ട് നല്ല ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും സന്തോഷം തരുന്നുണ്ട്. മറ്റുള്ള നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയ അവർക്കും വളരെയധികം സഹായം കിട്ടി എന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയെന്ന് കേട്ടതിലും വലിയ സന്തോഷം. പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാമിനെ കാണുമ്പോ എനിക്ക് ഇന്ദിരാഗാന്ധി ഓർമ്മ വരാം. അയ്യോ, മുടിയുടെ അല്ലേ? അപ്പോ മാമിന്റെ ക്ലാസ് ഇപ്പൊ ലാസ്റ്റിലെ ഞാൻ ആ സ്റ്റോറിയാണ് കേട്ടത്. പിന്നെ നല്ല നടന്നതായിരുന്നു പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് ആള്. ചിലപ്പോ ഈ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരിക്കും അല്ലേ, ഒരുപാട് ആളുകൾ. പിന്നെ നമ്മുടെ മുത്തുനബി പറഞ്ഞതാണ്, പിന്നെ ചിരിയൊരു ദാനമാണെന്ന് പറഞ്ഞത്, സ്വതക്കയാ ഞങ്ങൾക്ക്. അപ്പൊ ഒന്നും വേണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചു കൊടുത്താൽ മതി, നമ്മളൊന്നും കൊടുക്കണ്ട, ഒന്നും ചെയ്യേണ്ട, ഒന്ന് ചിരിച്ചു കൊടുക്കുക, ഒരു കേൾവിക്കാരനാകുക. ഏറ്റവും വലിയ നല്ലൊരു ക്ലാസ് ക്ലാസ് കേട്ടോ. താങ്ക് യു വെരി മച്ച് മാം. സ്മൈൽ, ഇറ്റ് ഡസൻ കോസ്റ്റ് എനിത്തിങ്. നമ്മളൊരു പുഞ്ചിരി കൊടുത്താൽ തന്നെ മറ്റൊരാൾക്ക് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ ശരിക്കും ക്യാൻസർ വാർഡുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കത് വരുമ്പോഴേ നമ്മൾ തൊട്ടടുത്ത ആളെ ശ്രദ്ധിക്കുകയും അയാൾക്ക് ഒരു ചിരിയായാലും അയാൾക്കൊരു ഹോപ്പ് കൊടുക്കാനും നമുക്ക് സാധിക്കും. എനിക്ക് റേഡിയേഷൻ പീരീഡിലുള്ള അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സാധാരണ ഫസ്റ്റ് റേഡിയേഷൻ എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ 6
30 ആവുമ്പോൾ ഓപ്പൺ ആവും. ഞാനായിരിക്കും ആദ്യം അങ്ങ് ചെല്ലുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. തിരിച്ചിറങ്ങി വന്നപ്പോ ഒരു മുഖം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഇപ്പൊ സംസാരിച്ച കരയും എന്നുള്ള മട്ടില് പേടിച്ച് വിറച്ചിരിക്കും. ഞാൻ അയാളുടെ കൈ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അല്ല, ഭയങ്കര വേദന ഉണ്ടാവില്ലേ ഉള്ളില്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല, പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉള്ളിലേക്ക് ചെന്നോളൂ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് ആ ഒരു എനിക്ക് ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ആരുമില്ല എന്ന് പറയില്ലേ, നമ്മുടെ മുകളിൽ ദൈവമുണ്ട്, നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ദൈവമല്ലേ, അപ്പൊ ദൈവം നമുക്ക് ചുറ്റുമുണ്ട്. ആ ഒരു ഇതില് ഹാവ് ഫെയ്ത്ത് ഓൺ ഹിം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞ് ആ ഒരു മുഖം ഇപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുന്നു. സിസ്റ്ററെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ചിരി, നമ്മുടെ ഒരു ഹഗ്, നമ്മുടെ ഒരു ഷെയ്ക്ക് ഹാൻഡ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ വളരെ എനർജി കുറവുള്ള അവസ്ഥയിൽ പോലും നമുക്ക് ചുറ്റും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് ചന്ദ്രകല മാം ഫോർ ഷെയറിങ് ദാറ്റ്. ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം മാം ചെയ്തത് അവരുടെ ലൈഫിൽ മാം തികച്ചും ആ ആളിന്റെ ലൈഫിൽ ഒരു അത്ഭുതമായിട്ട് തന്നെ, ഒരു മിറക്കിളായിട്ട് തന്നെ മാറി എന്നുള്ളതാണ്. സോ വെരി ഗുഡ്. താങ്ക് യു ഫോർ ഷെയറിങ് ദാറ്റ്. Hello, ma'am. Good morning. ഹലോ, ഗുഡ് മോർണിംഗ്. Thank you for your wonderful session. അടിപൊളിയായിരുന്നു. Actually, താങ്ക് Khadija യു. പറഞ്ഞതുപോലെ മാമിന്റെ each and every words really heart touching. ഭയങ്കരമായിട്ട് മീൻസ് ഇൻസ്പയറിംഗ് ആസ് വെൽ ആസ് ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത്. ഇപ്പം ചന്ദ്രകല മാം ഓൾസോ പറഞ്ഞപ്പോൾ റിയലി ഫെറ്റ് ലൈക്ക് ദാറ്റ്. ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ലല്ലോ അല്ലെ. നമ്മളുടെ ഒപ്പം വരുന്ന അതെ, ഉള്ള ഒരാൾക്ക് ഒരു വേദന ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാനും അവരുടെ ലൈഫിൽ ഒരു വെളിച്ചമാവാനും കഴിയുന്നുണ്ടെങ്കിലും ലൈഫിൽ നമ്മൾ മീൻസ് അപ്പോഴാണ് നമ്മൾ ആക്ച്വലി വലിയൊരു മിറക്കിൾ ആയിട്ട് മാറുന്നത്. കാരണം നമ്മളിൽ നിന്ന് അവർക്ക് എക്സാക്ട്ലി. കിട്ടുന്നത് ഏറ്റവും വലിയൊരു റിലീഫാണ്. ആസ് എ ഹ്യൂമൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണത്. താങ്ക് യു മോർ. ഇത്രയും വലിയൊരു വണ്ടർഫുൾ സെഷന് മാം ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലാണ് മാം പറഞ്ഞത്. സോ ഇറ്റ്സ് മീൻസ് അലോട്ട് ടു അസ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. Thank you very much, Lifla ma'am, for your kind words of encouragement and appreciation. And മാം പറഞ്ഞതുപോലെ തന്നെ ശരിക്കും നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്തൊരു അത്ഭുതമാകാൻ സാധിക്കട്ടെ. ഞാൻ മാം പറഞ്ഞപ്പോ മോളുടെ ആ ഒരു ഇത് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രാൻഡ് പേരന്റ് പറഞ്ഞത് മീൻസ് ആ ഒരു കണ്ടീഷനിൽ പോലും അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു എത്രത്തോളം അവര് മീൻസ് കറേജസ് ആണെന്ന് അന്ന് ആ ന്യൂസ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതാ ശരിക്കും അവരുടെ മനസ്സിന്റെ ആ ഒരു വലുപ്പം, അത് എത്ര വലിയൊരു ഭയങ്കര ഒരു സങ്കട കടലിന്റെ നടുക്ക് നിന്നപ്പോഴും അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയത്. അതെ, അങ്ങനെയുള്ളവർക്കേ അങ്ങനെ അതെല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. എങ്കിൽ പോലും അവരാ ഒരു ആ സ്റ്റേജിൽ അവരെ ന്യൂസ് മീഡിയയുടെ മുന്നിൽ നിന്ന് അങ്ങനെ സംസാരിച്ചു. അത് വലിയ ഭയങ്കര ഒരു കാര്യമാണ്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. യു ആർ വെരി വെൽക്കം ആൻഡ് താങ്ക് യു. ഹലോ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ ഡെയിലി വിചാരിക്കാറുണ്ട് ഇതിലോട്ട് കയറണമെന്ന്, നടക്കാറില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. നല്ല അപ്പൊ കാര്യം. നല്ലൊരു സബ്ജക്റ്റ് ആണ് കിട്ടിയത്. അപ്പം ഞാൻ ലിഫ്റ്റിൽ കയറാൻ, ഞാൻ ഒരു പ്രാവശ്യം ലിഫ്റ്റിൽ ഞാൻ പെട്ടുപോയി. അതിനുശേഷം ഞാൻ ലിഫ്റ്റിൽ കയറാറില്ല, എസ്കലേറ്ററിലും കയറത്തില്ല. അപ്പം ചില സമയത്തൊക്കെ ഞാൻ ഒരു ഷോപ്പില് എന്തോ സാധനം മേടിക്കാൻ പോയിട്ട് ഞാൻ 5ാമത്തെ നില വരെ ഞാൻ പടി കയറി ഭയങ്കരമായിട്ട് എനിക്ക് ശ്വാസം കിട്ടാതായിപ്പോയി. അപ്പം എനിക്ക് ഈ ബുദ്ധിമുട്ട് എങ്ങനെ മാറുമെന്ന് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ മോനുമായിട്ട് ഒരു മാളിൽ പോയപ്പോ എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒരു എസ്കലേറ്ററിന്റെ അവിടെ നിൽക്കാം. അപ്പൊ മോൻ പറയുന്നുണ്ട്, മമ്മ കയറുന്ന് പറയുമ്പോ ഞാൻ അവന്റെ കൂടെ കാല് വെക്കും, പിന്നെ മാറ്റും, കാല് വെക്കും, പിന്നെയും മാറ്റും. എനിക്ക് പറ്റുന്നില്ല. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഒരാളിങ്ങനെ വന്നിട്ട്, ഇവിടെ നിൽക്കുകയാണോ, ബാ, നമ്മളൊക്കെ ഇല്ലേ കയറ്. ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കാലെടുത്ത് വെച്ചു, എന്റെ മുമ്പിലായിരിക്കും അയാള്. ഞാൻ കാലെടുത്ത് വെച്ച സന്തോഷത്തില് ഞാനിങ്ങനെ കയറി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ പിന്നെ അയാളെ ഞാൻ മുമ്പിൽ നിൽക്കുന്ന ആളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആ ശബ്ദം ഇന്നും എന്റെ കാതിൽ. അതിനുശേഷം എനിക്ക് എസ്കലേറ്റർ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് കയറാൻ പറ്റും. എപ്പം കയറുമ്പോഴും ഞാൻ അയാളെ ഓർക്കും. കാര്യം ഞാൻ എടുത്തിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത്ര മാത്രമാ. കാര്യം പടി കയറാൻ പറ്റുന്നില്ല, എനിക്ക് കാലിനൊരു ചെറിയ ഞാൻ ടീച്ചറാണ്.
അപ്പൊ കുറെ നേരം നിന്നെല്ലാം പഠിപ്പിച്ച് എനിക്ക് ചെറിയ വെരിക്കോസിന്റെ ഒക്കെ ബുദ്ധിമുട്ട് ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് ഇങ്ങനെ പടി കയറാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ എനിക്ക് ഈ ലിഫ്റ്റിൽ പെട്ടുപോയ ശേഷം ലിഫ്റ്റിൽ കയറാൻ പറ്റത്തില്ല. രണ്ടും കൂടെ ആയിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയില് ആ ശബ്ദം ആരുടെ ആണോ ആരായിരുന്നോ, ബാ നമ്മളൊക്കെ ഇല്ലേ കേറ്, മോൻ പറയുന്നു മമ്മ ഉടനെ കാലെടുത്ത് വെച്ചു, ഞാൻ അങ്ങ് പോവുക. ഇന്ന് വരെ പിന്നെ എനിക്ക് ആ ഒരു പേടി അങ്ങ് മാറിപ്പോയി. കിട്ടി. ഞാൻ അത് എപ്പോഴും എവിടെ പോകുമ്പോഴും ഞാൻ പറയും, അതാ ഏത് മനുഷ്യനായിരുന്നോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ എന്റെ മുമ്പിലോട്ട് നിന്ന് പോയിട്ടുണ്ടാവും. അത് ഏതൊരു മനുഷ്യനായിരുന്നു. അതാ പറയുന്നത്, വളരെ വലിയൊരു മിറക്കിളാ അത്. അതാ, see that stranger became a miracle in your life, really. അതെ അതെ, ആ Yes. ഒരു വാക്ക് പറഞ്ഞത് വളരെ ചേർത്ത് പിടിച്ചാ പറഞ്ഞത്, "പ്പാ, നമ്മളൊക്കെ ഇല്ലേ കേറ്." Very good. അത്രയും മതിയായിരുന്നു for you to ആ, have that എന്തോ transformation. എനിക്ക് അത്രയും ഒരു പവർ ആയിട്ട് തോന്നി. ആരോ എന്തോ ഒരു ശക്തി നമ്മളെ അങ്ങ് ചേർത്ത് പിടിച്ച പോലെ. എന്നാൽ ഞാൻ Yeah. അയാളുടെ മുഖം പോലും ഞാൻ കാണുന്നില്ല. ഞാൻ ഈ കാലെടുത്ത് വെക്കാനും പിന്നെ ഇതിന് ടെൻഷനും പിന്നെ ഇതിൽ കേറി കിട്ടിയ സന്തോഷം, അതുവരെയ്ക്കും ഞാൻ വിചാരിക്കും ഞാൻ കണ്ടില്ലല്ലോ, പറഞ്ഞ ആരെ കണ്ടില്ലല്ലോ. പക്ഷെ ആ Yes. ശബ്ദം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. Ring എപ്പോ ചെയ്യുന്നുണ്ട്. എസ്കലേറ്ററിൽ Yes. കാണുമ്പോഴും എനിക്ക് ധൈര്യത്തോടെ ആ 5 നില കയറിയ സ്ഥലത്ത് ഇപ്പൊ ഞാൻ എസ്കലേറ്ററിൽ കയറും. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇവിടെ അല്ലേ ഞാൻ 5 നില വരെ ഞാൻ ബുദ്ധിമുട്ടി കയറി എനിക്ക് ശ്വാസം കിട്ടാതെ വന്നത്, ഇപ്പൊ ഞാൻ അവിടെ എസ്കലേറ്ററിൽ കയറുന്നുണ്ട്. Very good. വളരെ Very വലിയ good. പവറാ അത്. Yes, ഓക്കെ, താങ്ക് definitely. യു മാം. Thank you. Thank you for sharing. Yes, definitely. ഹായ് മാം. Hello, Vineka. നല്ലൊരു മെസ്സേജ് ആയിരുന്നു മാം ഇന്ന് രാവിലെ തന്നേക്കുന്നത്. കൈൻഡ്നസ് മനുഷ്യനെ Thank you. സന്തോഷവാനാക്കും, ധനവാനാക്കും. മാം അതെല്ലാം വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറീസിലൂടെയും റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് അവതരിപ്പിച്ചത്. Thank you. Thank താങ്ക് you. യു സോ മച്ച്. Thank you very much for sharing. സൂസൻ മാം, മോർണിംഗ്. Yes. Good morning. Good morning. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കേറുന്ന മോർണിംഗ് സെഷനില്. നല്ല ആണോ? അപ്പൊ അടിപൊളി സെഷൻ ആയിരുന്നു, ഞാനൊരു എനർജറ്റിക് ആയിരുന്നു. രാവിലെ ഞാനൊരു തന്നെ ഭയങ്കര എനർജി ആയിരുന്നു മാം. ഞാനൊരു തുടക്കമാകാനിടയായി അല്ലേ? അതെ അതെ, രാത്രിയിലുള്ള അത് സെയിം എനർജി തന്നെയാണ് രാവിലെ കാണുന്നത്. ഓക്കെ, ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഈ മാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പട്ടിണി കിടക്കൽ മാത്രല്ല ഇവിടുത്തെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. നോമ്പിന്റെ കാരുണ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ പറയും, മറ്റുള്ളവർക്ക് ക്യാഷ് സഹായിക്കുക. പക്ഷെ ക്യാഷിനേക്കാളൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ ഒരു പുഞ്ചിരി, ഒരു ഹെൽപ്പ് ചെയ്യല്, ഒരു പെട്ടെന്ന് അവർക്ക് ആവശ്യമുള്ളപ്പോ, അതൊക്കെ ഭയങ്കര, അത് തന്നെ ഒരു സക്കാത്താണ്. അതാണ് ഇവിടെ എനിക്കിപ്പോ ഒരു ഫീല് വന്നത് കേട്ടോ. എക്സാക്ട്ലി. പിന്നെ മാം പറഞ്ഞ ഇടയില് ടീച്ചേഴ്സിന്റെ കാര്യം, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നേക്കാളൊക്കെ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ നമ്മള് കുറച്ച് പിള്ളേര് ടീച്ചേഴ്സിന്റെ മനസ്സിലുണ്ട്. നമ്മള് കുറച്ച് റാങ്ക് മുന്നിൽ നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ ടീച്ചേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ, നാടകം, അതുപോലെ സയൻസ് എക്സിബിഷൻ, അതിനൊക്കെ കൊണ്ടുപോകും. പക്ഷെ നമ്മളെക്കാൾ വർക്ക് എക്സ്പീരിയൻസ്, നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. പക്ഷെ അവരിങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് നമ്മുടെ കഴിവുകളും വികസിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എപ്പോഴും ഫീൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ് കേട്ടോ അത്. അത് ശരിക്കും ഉള്ള കാര്യമാണ് അത്. ഓക്കെ, താങ്ക് യു മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. Thank you very അടിപൊളി. much. Thank you very much for your good feedback. Thank you. ഞങ്ങൾക്ക് ഇപ്പൊ ക്രിസ്ത്യൻസിന് ഇപ്പം ഞങ്ങളുടെ മൺഡേ തൊട്ട് തുടങ്ങി 50 ഡേ ലെൻറ്റ്, നമ്മുടെ ഈസ്റ്ററിന് തീരുന്ന നോമ്പ്. അപ്പൊ അതിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ റംസാൻ തുടങ്ങുന്ന ദിവസവും ഞങ്ങളുടെ നോമ്പിന്റെ സാഹചര്യത്തിലും ഒക്കെ എല്ലാത്തിലും നല്ലൊരു മെസ്സേജ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്കും വലിയ നല്ലൊരു സന്തോഷം. നിങ്ങൾക്കെല്ലാം അത് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ സ്വപ്നയാണ്. ഞാൻ കുറെ ആയി ഗ്രൂപ്പിൽ ഹലോ കയറിയിട്ട്. സ്വപ്ന. യെസ്. മാമിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റിയതിൽ സന്തോഷം. ഞാൻ കുറച്ച് വൈകിയാണ് ക്ലാസ് കയറിയത്. അപ്പത്തിന് ലാസ്റ്റത്തെ ആ ഒരു കഥകളൊക്കെയാണ് കേട്ട് വന്നത്. അപ്പൊ അതിൽ തന്നെ വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നി. ഞാനും ഒരു 1-2 മാസമായി പനിയും കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി നടക്കുന്ന ഒരു ഇതിൽ ഞാൻ ഗ്രൂപ്പിലൊന്നും നോക്കാറേ ഇല്ലായിരുന്നു. ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ മാഡം പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ ഞാനത് ശ്രദ്ധിക്കായിരുന്നു. നമ്മൾ ICU വാർഡിന്റെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ ഈ ബൈസ്റ്റാൻഡേഴ്സിനെ ഞാൻ ഈ ഓരോരുത്തരുടെ മുഖം ശ്രദ്ധിക്കായിരുന്നു. ഓരോരുത്തരുടെ മുഖം മാറി മാറി നിൽക്കുമ്പോൾ ഇപ്പോൾ
അവിടെ എന്താ ഒരു അവസ്ഥ അറിയോ, ഒരാള് ഇപ്പൊ ഞാനായാലും വേറൊരാളായാലും ഞങ്ങൾ പോയിട്ട് അടുത്ത ആളോട് സംസാരിക്കും, എന്താ പറ്റിയത്, എന്തിനാ അങ്ങനെ കാര്യങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കുമ്പോൾ ചിലര് കുറേ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞങ്ങ് കരയും. അത് കഴിഞ്ഞാൽ പിന്നെ അവര് ഫ്രീ ആയി. പിന്നെ ഫ്രീ ആയി പിറ്റേ ദിവസം നോക്കുമ്പോ എന്താ മോളെ എന്ന് ചോദിക്കും. അപ്പൊ കുഴപ്പമില്ലല്ലോ, പോയില്ലേ, കണ്ടില്ലേ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ ആ ഒരു മനസ്സിന്റെ ഒരു ആശ്വാസം സംസാരിക്കുമ്പോ അവിടെ തീരും. ഒരുപക്ഷെ അവര് ആ, ഈ ഒരു പ്രഷറിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവര് തന്നെ, ബന്ധുക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ ഒന്നും സംസാരിക്കില്ല. എല്ലാവർക്കും ടെൻഷനാണ്, എന്താ പറയണ്ടേന്ന് അറിയില്ല. പിന്നെ മെഡിസിൻ വാർഡായിരിക്കും, ഈ ക്യാൻസർ പേഷ്യൻസിന് അധികം മെഡിസിൻ വാർഡില് ഒന്നും നമുക്ക് പറയാനുണ്ടാവില്ല. എല്ലാവരും ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നവരൊക്കെ ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോ 3-ാം ദിവസം എല്ലാവരും എന്താ പറയാ, എല്ലാവരും ഒരു ഓക്കെ ആയി, മനസ്സ് ശാന്തമായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി, എല്ലാവരും മനസ്സൊക്കെ ഒന്ന് തുറന്ന് സംസാരിച്ച ആ ഒരു രീതിയൊക്കെ ആയി. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ പോയാലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഉപ്പനെ കൊണ്ട് നടന്നപ്പോ ഞാൻ അവിടെ തന്നെ സിസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇവിടെ എനിക്ക് പേര് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ്, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോഴാണ് മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എനിക്ക് അത് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ 7 ദിവസമായി എൻ്റെ ഉപ്പ മരിച്ചുപോയി. ഒരുപാട് വേദന സഹിച്ച് ആ ഒരു ഇതിൽ മരിച്ചുപോയി. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഇത്രയും ദിവസം കയറാതിരുന്നത്. ഇന്നിപ്പോ മാമിന്റെ ക്ലാസ് ടാസ്ക് ഒക്കെ തന്നല്ലോ. ആ ഒരു ടാസ്ക് ഇന്ന് റമദാൻ തുടങ്ങുന്ന ഈ ഫസ്റ്റ് ദിവസം നല്ലൊരു ടാസ്ക്കാണ്. എന്തായാലും ജീവിതത്തിൽ മുന്നോട്ട് അത് ചെയ്യും. ഞാനത് തീരുമാനിച്ചിറങ്ങിയതായിരുന്നു. ഇനി ഇതിലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെ ഇങ്ങനെ തീരുമാനിച്ചതാണ്. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വിംബിൾ ടീമിനെ കുറിച്ച്. ഇപ്പോൾ നഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. നമ്മളെ വിംബിളിൽ ഇല്ലാത്തവരാരുമില്ല. അപ്പൊ നമ്മളെല്ലാവരും തന്നെയാണല്ലോ ഏറ്റവും വലിയ മോട്ടിവേഷൻസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി അതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഒരാളുടെ വിഷമവും സങ്കടവും നോക്കി നിൽക്കാൻ ആർക്കും പറ്റരുത്. എല്ലാവരുടെയും ഒരാൾക്കെങ്കിലും ഒരു ആശ്വാസം ഒരു പുഞ്ചിരിയിലൂടെയെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. എനിക്ക് ഈ ഒരു ഗ്രൂപ്പും ക്ലാസ്സുകളും പിന്നെ നിങ്ങളെല്ലാവരും അതിന് നല്ലൊരു സഹായമാണ്. സന്തോഷമായി ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ പറയണമെന്ന് തോന്നി. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. ബാക്കി താങ്ക് യു വെരി മച്ച് സ്വപ്ന മാം, വെരി ഗുഡ്. താങ്ക് യു ഫോർ യുവർ ഷെയറിങ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്. പിന്നെ മാം പറഞ്ഞ പോലെ വിംബിള് ഫൈസൽ സർ ആൻഡ് ടീം ചെയ്യുന്നത് വലിയൊരു പറഞ്ഞറിയിക്കാൻ മേല അത്രയ്ക്ക് നല്ല ഒരു പ്രവൃത്തിയാണ്. സോ ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ കണക്ട് ആൻഡ് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ആൻഡ് ഗ്രോ. ഇതെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ടു ദറ്റ് വിംബിൾ ടീം ആസ് വെൽ. സൂസൻ Good മാം, morning. ഗുഡ് Yes, മോർണിംഗ്. yes. Good morning, good morning. ഇന്നത്തെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം എന്താ പറയാ, നല്ലൊരു ഏറ്റവും വലിയ വാല്യൂ പോയിന്റ്സ് തന്നെയാണ് മാം ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും നമ്മളൊക്കെ Thank you so ഫോളോ much. ചെയ്യേണ്ട, പലപ്പോഴും നമുക്ക് പലരും നമ്മൾ അറിയാത്ത ആളുകൾ എത്രയോ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ അതെ, നമ്മളും അത് അങ്ങനെ ജീവിതത്തിൽ അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ. പരസ്പരം ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും അതാ, നല്ല രീതിയിലുള്ള അതെ, ഇതിലേക്ക് എത്തിക്കട്ടെ. ഏതായാലും തെ- നല്ലൊരു സെഷൻ മാം. ഏറ്റവും thank- നമുക്കൊക്കെ ജീവിതത്തിൽ എല്ലാവരും ഇത് പകർത്തട്ടെ. അതെ, എല്ലാവരും നമ്മളൊക്കെ പൊതുവെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോ ന്യൂജൻ എപ്പോഴും നമ്മളിങ്ങനെ ഓരോന്ന് പറയാറുണ്ടെങ്കിൽ പോലും അല്ലെ, പലപ്പോഴും അതെ, പറയാറുണ്ടല്ലോ അവരുടെ ഇഷ്യൂസും. പക്ഷെ അവരിൽ കുറെ പേരിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഇത് വളരെ വലുതാട്ടോ. കാരണം ഞാൻ കോളേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ സ്റ്റുഡൻസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മൾ ക്ലാസ് ഒക്കെ കോളേജിൽ പോലെ ഒരു ബ്ലഡിന്റെ കേസൊക്കെ വരുമ്പോഴേ അവരെത്ര blood, ആക്റ്റീവായിട്ടാണെന്ന് അറിയോ കുട്ടികള് yeah. പെട്ടെന്ന് തന്നെ അതിന് വില്ലിങ് ആവും. ഒരു അങ്ങനെ അവർ ഹെൽപ്പിംഗ് പോവും. മെന്റാലിറ്റി അല്ലേ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി, യെസ്. അത് എത്രയോ എന്താ പറയാ, പഴയ കാലത്തിനേക്കാൾ പണ്ട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കുറഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ഏതായാലും ഇന്നിപ്പോ മെസ്സേജുകളിലൂടെ ഒക്കെ ഒന്ന് കാണുമ്പോഴത്തേക്ക് അവർ പാസ് ചെയ്ത് എത്ര ഏതാണ് അങ്ങനെ അവര് ഒരു എന്താ പറയാ, അത്രയ്ക്ക് നല്ലൊരു ഹെൽപ്പിംഗ് ഉള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ശരിക്കും ന്യൂജനും കാണുന്നുണ്ട്. പൊതുവെ എല്ലാവരും പലതും പറയുമെങ്കിൽ പോലും അല്ലെ, എന്താണ് അതെ, അതെ, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിൽ പറയാറുണ്ടല്ലോ. പക്ഷെ ഞാൻ ഈ ഒരു ക്വാളിറ്റി അവരിൽ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. അതും അതെ. കൂടി ഈ ഒരു അവസരത്തിൽ പറയാണ്. താങ്ക് യു നമ്മുടെ വെരി മച്ച്. മക്കളിലൊക്കെ തന്നെ
അതെ പരസ്പരം എന്താണ് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ളൊരു ടെൻഡൻസി കൂടുന്നുണ്ട്. അവർ പലപ്പോഴും നമ്മൾ പറയാം അവർ മൊബൈലിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ ഒരു കുറേ പേരിൽ അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ എടുത്തു നോക്കിയാൽ പഴയ കാലത്തിനേക്കാൾ സമൂഹത്തെ എങ്ങനെ എന്തെങ്കിലും ഒരു സഹായിക്കുന്ന സഹായിക്കുന്ന അല്ലെ, കോവിഡ് കാലത്തൊക്കെ yes. നമ്മൾ കാണുന്നതാണല്ലോ, പ്രളയം വന്ന സമയത്തും യുവ യൂത്തിന്റെ ഒരു ഇത്. അപ്പൊ അതുപോലെ അതെ തന്നെ നമ്മളും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും താങ്ക് തീർച്ചയായിട്ടും യു മാം. എല്ലാവർക്കും നല്ല താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അത് സാധിക്കട്ടെ. ഗുഡ് മോർണിംഗ് സൂഫൻ. ഗുഡ് മോർണിംഗ്. ഹാപ്പി അല്ലേ? യെസ് ഹാപ്പിയാണ്. താങ്ക് യു. എല്ലാവരുടെ മനസ്സിന്റെ ഉള്ളിലെ കൈൻഡ്നെസ്സിനെ പിടിച്ചൊന്ന് കുലുക്കിയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും അടിപൊളി, നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു ഫീഡ്ബാക്ക് സോ മച്ച്. പറയാനൊന്നും സമയം കിട്ടുന്നില്ല, അവസരം തരുന്നില്ല ആരും. അവസരം അത്ര നല്ല സെഷൻ. താങ്ക് യു സോ മച്ച് ഫോർ എന്തായാലും അപ്രീഷിയേഷൻ. താങ്ക് യു, വളരെ നല്ല സെഷൻ. താങ്ക് യു. താങ്ക് യു താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നല്ലേ? സജിന മാം ഇല്ലേ? വൈൻഡപ്പ് ചെയ്യാലേ മാം? ഉണ്ട് മാം, കേൾക്കുന്നുണ്ട്. എല്ലാവരും പറയട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ എന്തായാലും അടിപൊളി സെഷൻ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഞങ്ങളുടെ ഈ ഒരു നോമ്പിന്റെ ദിവസമായിട്ട് നല്ലൊരു തോട്ട് തന്നെ മാം ഞങ്ങളുടെ മൈൻഡിൽ കിട്ടു. താങ്ക് യു സോ മച്ച്. യു വെൽക്കം. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാം? ആരോ ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു സെഷൻ ആയിരുന്നു ഗുഡ് രാവിലെ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് നല്ലൊരു സെഷൻ ആയിരുന്നു രാവിലെ. നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മാം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാമിന്റെ ആ പ്രസൻസ് ആണ്. ഡെയിലി മാമിന്റെ ഒരു ആ പുഞ്ചിരി, അത് തന്നെയാണ് ഇത്രയും എക്സാമ്പിളിനേക്കാളും ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു മാം. ട്രൂലി ഹംബിൾഡ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഓക്കെ. നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാലേ മാം? യെസ് 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 പറയാനില്ലെങ്കിൽ യെസ് യെസ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് മേ you. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you. നിങ്ങളുടെ നോമ്പിന്റെ കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ അനുഗ്രഹപ്രദമായിട്ട്, അനേകർക്ക് അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതുപോലെ എല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കും നല്ല നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ചെയ്യാനും ആൻഡ് ടു ബിക്കം എ മിറക്കിൾ ഇൻ അതർ പീപ്പിൾസ് ലൈഫ്. ദൈവം അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ എവരിവൺ. Thank you, ma'am. Yeah. താങ്ക് യു.